വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ രാമ ടു ദ റെസ്ക്യൂ എന്ന ഇംഗ്ലീഷ് ലെസനാണ്. നമുക്ക് ഈ പാഠത്തിലേക്കൊന്ന് പോകാം. ലെറ്റ് us ഡു ദീസ് ആക്ടിവിറ്റീസ് ബിഫോർ വി റീഡ്. വായിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ചെയ്യാം. ഐഡൻറ്റിഫൈ ദ പീപ്പിൾ. ഐഡൻറ്റിഫൈ ദി ഫോളോവിങ് പീപ്പിൾ. ഇനി താഴെ തന്നിരിക്കുന്ന പീപ്പിൾസിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഹൗ ഡു ദ ഹെൽപ്പ് us വെൻ വി ആർ ഇൻ ട്രബിൾ. അവരെങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് നമ്മൾ പ്രശ്നങ്ങളിലൊക്കെ ആകുമ്പോൾ? ഹൗ ഡു ദേ ഹെൽപ്പ് us. എങ്ങനെയാണ് അവർ നമ്മളെ സഹായിക്കുക? വെൻ വി ആർ ഇൻ ട്രബിൾ. നമ്മൾ പ്രശ്നങ്ങളിലാകുമ്പോൾ. ഒന്ന് ആദ്യം കാണിച്ചിരിക്കുന്നത് കണ്ടോ, പോലീസ് ഓഫീസറാണ് തന്നിരിക്കുന്നത്. പോലീസ് ഓഫീസറാണ് ആദ്യത്തെ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പോലീസ് ഓഫീസർ നമ്മളെ സഹായിക്കുന്നത്? പോലീസ് ഓഫീസർ മെയിൻറ്റെയിൻസ് എ ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പോലീസ് ഓഫീസർ. ഹേ ഹെൽപ്പ് us ഫ്രം ദ ട്രബിൾസ് ഓഫ് റോബറി ആൻഡ് തെഫ്റ്റ്. ദ പോലീസ് ഓഫീസർ മെയിൻറ്റെയിൻസ് ലോ ആൻഡ് ഓർഡർ. ഹി ഹെൽപ്പ് us ഫ്രം ദ ട്രബിൾസ് ഓഫ് തെഫ്റ്റ് ആൻഡ് റോബറി. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഒരു ഡോക്ടറെയാണ്. ഡോക്ടേഴ്സ് വർക്ക് ഇൻ ഹോസ്പിറ്റൽ. ഡോക്ടേഴ്സ് ഹെൽപ്പ് us ടു ഗെറ്റ് ഇറ്റ് ഓഫ് ദ ഡിസീസ്. അസുഖങ്ങളൊക്കെ വരുമ്പം നമ്മളെ അതിൽ നിന്ന് വിമുക്തനാക്കാൻ സഹായിക്കുന്ന ആളാണ് ഡോക്ടർ. ഹി ഐഡൻറ്റിഫൈസ് ദി ഡിസീസ് ആൻഡ് ഗിവ് us മെഡിസിൻസ് ടു ക്യൂർ. ഡോക്ടർമാർ ആശുപത്രിയിലാണ് പ്രവർത്തിക്കുന്നത്. ആശുപത്രിയിലെത്തുമ്പോൾ നമുക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ അവ മനസ്സിലാക്കുകയും അതിനു വേണ്ടിയ മരുന്നുകൾ നമുക്ക് നൽകുകയും ചെയ്യുന്നു. അതാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. ദി ഡോക്ടേഴ്സ് ചെക്കപ്പ് ദി പേഷ്യൻസ് ആൻഡ് ഗിവ് മെഡിസിൻസ് ഫോർ ദ ഡിസീസ് ഓർ ഫോർ ദ ഡിസീസസ്. അവരുടെ അസുഖങ്ങൾക്കുള്ള മരുന്ന് നൽകുകയും ചെയ്യുന്നു. ഇനിയും മൂന്നാമത് കാണുന്ന ഫയർമാനെയാണ്. ഇവർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലാണ് പ്രവർത്തിക്കുന്നത്. എവിടെയെങ്കിലും തീപിടുത്തമുണ്ടാകുമ്പോൾ നമ്മളെ വന്ന് സഹായിക്കുന്നു. വലിയ അപകടങ്ങളിലൊക്കെ പെട്ടിരിക്കുമ്പോൾ ഇവർ വരാറുണ്ട് റെസ്ക്യൂ ചെയ്യാനായിട്ട്. വെള്ളത്തിൽ പോകുമ്പോഴോ മുങ്ങിത്താഴുമ്പോഴോ ഒക്കെ അവരെ വിളിച്ചാൽ അവർ ഓടി വന്ന് നമ്മെ രക്ഷിക്കും. വെള്ളത്തിൽ നിന്നാണേലും കിണറ്റിൽ നിന്നാണേലും ഒക്കെ നമ്മെ രക്ഷിക്കുന്നു. തീപിടുത്തം ഉണ്ടാകുമ്പോൾ അവർ ഫയർ എഞ്ചിനുമായിട്ട് വന്ന് തീ കെടുത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ആളാണ് ഫയർമാൻ. ഫയർമാൻ റെസ്ക്യൂ us ഫ്രം ദ റിസ്ക് ഓഫ് ഫയർ ആൻഡ് ഹേ റെസ്ക്യൂ us ഫ്രം മെനി അതർ difficult situations. For example, when one person fall into a well, if we inform those firemen, they will come and rescue the man from the well. കിണറ്റിലൊക്കെ വീണ ആൾക്കാരെയൊക്കെ രക്ഷിക്കാനായിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ ഇവരെ വിളിക്കുകയാണെങ്കിൽ അവർ വേഗത്തിൽ വന്ന് കിണറ്റിലിറങ്ങി അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കുന്നതാണ്. Then next, choose the correct option to complete the sentences. The word rescue means to 1. Make fun of someone, save someone, ask someone for help. അതിൽ ഉത്തരം രണ്ടാമത്തതാണ്, സേവ് സമ്മൺ. റെസ്ക്യൂ മീൻസ് സേവ് സമ്മൺ. അതായത് അപകടത്തിൽപ്പെട്ടവർ രക്ഷിക്കുകയാണ് റെസ്ക്യൂ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ബി ആണ് ഉത്തരം കേട്ടോ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു complete the sentences. The word rescue means to save someone. Work in pairs. Put a tick mark at the end of the phrases describing those who need to be rescued. Share your answer with your teacher and your classmates. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Put a tick mark at the end of the phrases describing those who need to be rescued. ആരെയാണോ രക്ഷിക്കേണ്ടത് അതിൻ്റെ ആ ഫ്രൈസിൻ്റെ പിറകിൽ ഒന്ന് ടിക്ക് ചെയ്യണം. ഉണ്ടല്ലേ? ടിക്ക് ചെയ്യാൻ സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്, കോളം കൊടുത്തിട്ടുണ്ടേ. എ മാൻ സ്റ്റക്ക് ഇൻ എ ബിൽഡിംഗ് ഓൺ ഫയർ. തീ പിടിച്ച കെട്ടിടത്തിൽ നാളെ രക്ഷിക്കേണ്ട അത്യാവശ്യം അല്ലേ? അപ്പോൾ അയാൾ റെസ്ക്യൂ ആവശ്യപ്പെടുന്നയാളാണ്. അയാൾക്ക് റെസ്ക്യൂ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒന്നാമത്തെ. രണ്ടാമത്തത് എ മാൻ ബൈയിങ് വെജിറ്റബിൾസ് ഇൻ ദ മാർക്കറ്റ്.
ചന്തയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്ന സ്ത്രീയെ നമ്മൾ എന്തിനു സഹായിക്കണം? ഒരു തരം സ്വയം മേടിച്ചു പൊക്കോളും. സോ അതല്ല ആൻസർ. എ ഡോഗ് ഹൂ ഹാസ് ഹർട്ട് ഹിസ് ലെഗ്, പട്ടിയുടെ കാല് മുറിഞ്ഞെങ്കിൽ അതിന് റെസ്ക്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഉടമസ്ഥർ അതിനെല്ലാം നമുക്ക് പരിചയമുള്ളവർ എൻ്റെ കാല് മുറിവ് കെട്ടിവെച്ചാൽ മതി. അതിന് റെസ്ക്യൂവിൻ്റെ ആവശ്യമില്ല. എ ട്രീ ബീയിങ് കട്ട് ഡൗൺ ഇൻ എ ഫോറസ്റ്റ്, മരം വെട്ടിയെടുക്കുന്നു വനത്തിൽ, അതിന് റെസ്ക്യൂവിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ റെസ്ക്യൂ ആർക്കാ ആവശ്യമുള്ളത്? തീ പിടിച്ച കെട്ടിടത്തിൻ്റെ അകത്ത് ഒരാളുണ്ട്, അയാളെ രക്ഷിക്കണം. സോ ആൻസർ ഈസ് എ. എ മാൻ സ്റ്റക്ക് ഇൻ എ ബിൽഡിംഗ് ഓൺ ഫയർ, തീ പിടിച്ച കെട്ടിടത്തിൽ അകപ്പെട്ടു പോയ ആളെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് ആൻസർ കേട്ടോ. എ ആണ് ആൻസർ. ആൻസർ ഏതാണ്? എ മാൻ സ്റ്റക്ക് ഇൻ എ ബിൽഡിംഗ് ഓൺ ഫയർ. നമുക്ക് പേജ് 21 നോക്കാം. 21ാമത്തെ പേജ് തുടക്കത്തിൽ. ദ പോലീസ്മാൻ ഇൻ ദ സ്റ്റോറി യു ആർ അബൌട്ട് ടു റീഡ്, നിങ്ങൾ വായിക്കാൻ പോകുന്ന ഈ കഥയിലെ പോലീസുകാരനെ ഉണ്ടല്ലോ, ഈസ് കോൾഡ് എ കോട്ട്വാൾ. അയാളെ കോട്ട്വാൾ എന്നാണ് വിളിക്കുന്നത്. സം പീപ്പിൾ കോൾ ഹിം താനേദാർ, ചില ആൾക്കാർ ഇയാളെ താനേദാർ എന്നും വിളിക്കും. അല്ല, ചില പ്രദേശങ്ങളിൽ പോലീസുകാരനെ വിളിക്കുന്ന താനേദാർ എന്നാണ്. വാട്ട് യു കോൾ എ പോലീസ്മാൻ ഇൻ യുവർ ലാംഗ്വേജ്, നിങ്ങളുടെ ലാംഗ്വേജിലെ, അതായത് മലയാളത്തിലെ പോലീസുകാരൻ എന്നാണ് പറയുക. പോലീസ് ഓഫീസറെ പോലീസുകാരൻ എന്നാണ് വിളിക്കുന്നത്. സ്ത്രീയാണെങ്കിൽ പോലീസുകാരി എന്നും വിളിക്കും. ഷെയർ ഇറ്റ് വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചർ, ഇത് നിങ്ങളുടെ ക്ലാസ്മേറ്റിനോടും കൂട്ടത്തിലുള്ള സഹപാഠികളോടും ക്ലാസ് ടീച്ചറിനൊക്കെ ഇത് പറയുക. ഇമാജിൻ യു ആർ അലോൺ അറ്റ് ഹോം, നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാന്ന് വെച്ചോ. ആൻഡ് യു ഫേസ് എ പ്രോബ്ലം, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്, ഇനി താഴെ പറയുന്ന ചോദ്യങ്ങൾക്കൊന്നൊരു ഉത്തരം പറയണം. ആൻഡ് ഷെയർ യുവർ ആൻസേഴ്സ് വിത്ത് ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ്സിനോടും ടീച്ചറിനോടും നിന്ന് നിങ്ങളുടെ ഉത്തരം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. വിൽ യു സോൾവ് ദ പ്രോബ്ലം യുവർ സെൽഫ് ഓർ വെയിറ്റ് ഫോർ സമ്മൺ ടു ഹെൽപ്പ് യു, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം സ്വയം പരിഹരിക്കാൻ നോക്കുമോ, അതോ ഇനി ആരെങ്കിലുമൊക്കെ വരട്ടെ, വന്നിട്ടങ്ങ് അവർ പരിഹരിക്കട്ടെ എന്ന് വിചാരിക്കുമോ? ഒന്നാമത്. അപ്പോൾ അതേതായിരിക്കും ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ പ്രശ്നം പരിഹരിക്കണം. വി മസ്റ്റ് സോൾവ് ദ പ്രോബ്ലം അവർ സെൽഫ്, നമ്മൾ സ്വയം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കണം. വേറെ ആൾ വരാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഉത്തരം ഏതാണ്? വി വിൽ സോൾവ് ദ പ്രോബ്ലം അവർ സെൽഫ്, അതാണ്. ആൻഡ് വിൽ നോട്ട് വെയിറ്റ് ഫോർ സമ്മൺ ടു ഹെൽപ്പ് ആസ്, ആരെങ്കിലും നമ്മളെ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയില്ല. ഹൗ വിൽ യു ഡീൽ വിത്ത് ദ പ്രോബ്ലം, എങ്ങനെയാണ് നിങ്ങൾ പ്രശ്നത്തെ ഡീൽ ചെയ്യുന്നത്? ഗീവ് എ റീസൺ, അതിൻ്റെ കാരണവും പറയണം. ഒന്ന്, ബി വറീഡ് അബൌട്ട് ദ പ്രോബ്ലം ആൻഡ് ഗീവ് അപ്പ്, അതാണോ ചെയ്യുന്നത്? ബി വറീഡ് അബൌട്ട് ദ പ്രോബ്ലം, പ്രശ്നത്തെപ്പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കും, എന്നിട്ടോ എന്തെങ്കിലും ആട്ടെ നോക്കും, അതൊന്നുമല്ല വേണ്ടത്. 2, ഫീൽ ആംഗ്രി ദാറ്റ് ഓൺലി യു ഹാവ് ദ പ്രോബ്ലം. രണ്ടാമത് നമ്മളിങ്ങനെ വി ഫീൽ ആംഗ്രി, ദേഷ്യം വരും ഇല്ലേ, എനിക്ക് മാത്രമേ ഈ ദുഃഖങ്ങളൊക്കെ ഉള്ളൂ, എനിക്ക് മാത്രമേ ഈ പ്രോബ്ലങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷമിച്ചങ്ങിരിക്കും ദേഷ്യത്തിൽ. അതാണോ ശരി? അത് ശരിയല്ല. ദെൻ മൂന്നാമത്തെ കാര്യം, തിങ്ക് ക്വിക്ലി അബൌട്ട് ദ വേസ് ടു സോൾവ് ദ പ്രോബ്ലം എന്നാൽ അതിനെ സേവ് ചെയ്യാനായിട്ടുള്ള വഴികൾ പെട്ടെന്ന് ആലോചിക്കണം അല്ലേ. പ്രോബ്ലം വരുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ മറുപടി, അതിൻ്റെ ഉത്തരവും പെട്ടെന്ന് കണ്ടെത്തണം, അല്ലാതെ ആരെങ്കിലും വരാൻ കാത്തിരിക്കേണ്ട. മൂന്നാമത്താണ് ഉത്തരം കേട്ടോ. തിങ്ക് ക്വിക്ലി അബൌട്ട് ദ വേസ് ടു സോൾവ് ദ പ്രോബ്ലം, വളരെ പെട്ടെന്ന് ചിന്തിക്കണം, ഈ പ്രോബ്ലം എങ്ങനെയാണ് മറികടക്കുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കണം. അപ്പം മൂന്നാമത്താണ് ആൻസർ കേട്ടോ. ലെറ്റ് us റീഡ് രാമ ടു ദ റെസ്ക്യൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ പേര്, രാമ ടു ദ റെസ്ക്യൂ. എ ഫോൾക്ക് ടെയിൽ ഫ്രം തമിഴ്നാട്ടിലെ ഒരു ഫോൾക്ക് ടെയിലായത് കേട്ടോ, ഒരു നാടോടി കഥ, അത് ചിത്രകഥയാക്കി തന്നിരിക്കുന്ന. അപ്പം നമുക്കതൊന്ന് വായിക്കാം. ഇൻ എ വില്ലേജ് വൺ നൈറ്റ്, ഒരു ഗ്രാമത്തിൽ ഒരു രാത്രിയിൽ. ആ പടത്തിൽ കണ്ടില്ലേ, കഥകിൻ്റെ അപ്പുറത്തോട്ട് നോക്കി ഒരു ഇരുട്ടാണ്, അപ്പോൾ രാത്രിയുടെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒരു ഹസ്ബൻഡ് ഒരു വൈഫും ഉണ്ട്, അവരുടെ കിടപ്പുമുറിയാണ്. ഹസ്ബൻഡ് പറയുകയാണ്, ഓ വാട്ട് എ ഹാർഡ് ഡേ ഇറ്റ് ഹാസ് ബീൻ, എന്തൊരു കഷ്ടപ്പാട് നിറഞ്ഞ ദിവസമായിരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഭയങ്കര ക്ഷീണിച്ച് വന്നിരിക്കുക, പകലത്തെ ജോലിയൊക്കെ കഴിഞ്ഞേ ശ്രമിക്കണ്ടേ, അതിനാണ്. ഐ ആം ഫീലിംഗ് സോ സ്ലീപ്പി. രണ്ടാമത്തെ പടം നോക്കി അദ്ദേഹം പറയുന്നു, എനിക്കാണെങ്കിലോ ഭയങ്കരമായ ഉറക്കം വരുന്നു. ഐ ആം ഫീലിംഗ് സോ സ്ലീപ്പി. ദെൻ അപ്പോൾ പുള്ളി ശ്രദ്ധിക്കുന്നുണ്ട്, വൈഫ് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്.
വാട്ട് ഈസ് ദ മാറ്റർ? വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? എന്താ പ്രശ്നം? നീ എന്താ നോക്കുന്നത്? വൈഫ് പറഞ്ഞു, മിണ്ടരുത് എന്നുള്ളതിൻ്റെ സൂചനയാണ് ആ സൗണ്ട്. ലിസൺ, ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പതുക്കെ കൈകുത്തി എഴുന്നേറ്റ് പുറത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ടേ. നമുക്ക് പേജ് 23 പോകാം. കണ്ടില്ലേ? സംബഡി ഈസ് ട്രൈങ് ടു ഗെറ്റ് ഇൻ. അദ്ദേഹം എഴുന്നേറ്റ് മുട്ടയെ കുത്തി എന്നോട് പറയാം, ആ രോഗത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംബഡി ഈസ് ട്രൈങ് ടു ഗെറ്റ് ഇൻ. ആരോ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. തിങ്ക് ഹി ഹാസ് ഓൾറെഡി ഗാട്ട് ഇറ്റ്. ഓക്കെ, ആലോചിച്ചേ, അയാളിപ്പോൾ പെരയ്ക്കാതെ കയറി. ദ നോയ്സ് ഹാസ് സ്റ്റോപ്ഡ്. ആ ഒച്ചപ്പാടൊക്കെ നിന്നിട്ടുണ്ട്. ലൈ ഡൗൺ, ഡോണ്ട് ലുക്ക്. കിടന്നോളൂ, പുറത്തേക്ക് നോക്കേ വേണ്ട എന്ന് പറഞ്ഞു. ഡൈ ഡൗൺ, ഡോണ്ട് ലുക്ക്. കിടന്നോളൂ, ഇനിയും നോക്കണ്ട എന്ന് പറഞ്ഞു. രണ്ടുപേരും കിടക്കാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഭാര്യയും രണ്ടുപേരും കിടന്നു. പുതച്ച കിടക്കുന്നത്. ഇറ്റ്സ് എ തീഫ്. ഇതൊരു കള്ളന, ഒരു മോഷ്ടാവാണ്. ഹി മസ്റ്റ് ഹാവ് സം ഹൗ ഗോഡ് പാസ് രാമ. എങ്ങനെയാണ് രാമനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന? രാമനാരാ? അവിടുത്തെ കോട്ട്വാളാണ്, അവിടുത്തെ പോലീസുകാരനാണ്. അയാളിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. അവിടെ അയാളെ കണ്ടില്ല, അതുകൊണ്ട് ഇവിടെ വന്ന് കയറിയിരിക്കുകയെന്നാണ് പറഞ്ഞത്. രാമ വോസ് ദ വില്ലേജ് കോട്ട്വാൾ. വില്ലേജ് കോട്ട്വാളിൻ്റെ പേരാണ് രാമ. രാമയെ കാണാതെ കടന്നു വന്ന് കയറിയിരിക്കുക എന്നാണ് പറഞ്ഞത്. ലെറ്റ് us ഡിസ്കസ്. സർക്കിൾ ദ ഓഡ് വൺ. ദ ക്യാരക്ടേഴ്സ് ആർ ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ. ദ ക്യാരക്ടേഴ്സ് ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ചിൽഡ്രൻ ആർ നോട്ട് സെയിം. കുട്ടികളെ ഇവിടുന്ന് കാണുന്നില്ല. ദെൻ ക്യാരക്ടേഴ്സ് ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഓഡ് വൺ എന്നുള്ള ചിൽഡ്രൻ ആ അത് റൗണ്ട് ചെയ്യണം. ഹൂ എൻറ്റേർഡ് ദ ഹൗസ്? ഗസ്റ്റ് റോബർ കോട്ട്വാൾ. ആരാ വന്ന് കയറിയിരിക്കുന്നത്? ഗസ്റ്റൊന്നും ഈ രാത്രി പാതിരാകുമ്പോഴാണോ വന്ന് വലിഞ്ഞു കയറുന്നത്? അതൊന്നുമല്ല. കോട്ട്വാളും വരികയല്ല. പിന്നെ ആരാ വന്നത്? റോബർ. അവരാ നമ്മളാരും കാണാൻ രാത്രി വന്ന് മോഷ്ടിക്കാൻ വലിഞ്ഞു കയറി വീട്ടിൽ വരുന്നത്. അപ്പോൾ അത് റോബറാണ്. അപ്പം അതാ എഴുതേണ്ടത്. ഹൂ എൻറ്റേർഡ് ദ ഹൗസ്? റോബർ എൻറ്റേർഡ് ദ ഹൗസ്. റോബറിന് റൗണ്ട് ചെയ്യണം. കേട്ടോ? ഇനി നമ്മളെന്താ ചെയ്യുക? ഐ വിൽ ടെൽ യു, ലിസൺ. ഞാൻ പറയാം, നീ കേട്ടുള്ളൂ, നീ ശ്രദ്ധിച്ചുള്ളൂ എന്ന് പറഞ്ഞു. പകത്തിങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. മീൻവായിൽ അതിൻ്റെ ഇടയിൽ വോയിസസ് സൗണ്ടൊക്കെ കേൾക്കുന്നു. ആരുടെ സൗണ്ടാണ്? രാമനും ഭാര്യയും കൊണ്ട് സംസാരിക്കുന്ന. അത് കള്ളം കേൾക്കുക. വോയിസസ്, ദേ ആർ അവെയ്ക്ക്. അവരുണർന്നിട്ടുണ്ട്. ഐ വിൽ ഹാവ് ടു വെയിറ്റ് ടിൽ ദേ ഫോൾ അസ്ലീപ്പ്. ഇനി ഞാൻ അവർ ഉറങ്ങുന്ന വരെ കാത്തിരിക്കണം. ഐ വിൽ ഹാവ് ടു വെയിറ്റ്. എനിക്ക് കാത്തിരിക്കണം. ടിൽ ദേ ഫോൾ അസ്ലീപ്പ്. അവരിനി ഒന്ന് ഉറങ്ങട്ടെ, അതുപോലെ ഞാൻ കാത്തിരിക്കണമെന്ന് പറയുക കള്ളൻ. മനസ്സിലായില്ലേ? അടുത്തത്. ഐ വണ്ടർ വേർ ദേ കീപ് ദെയർ മണി. ഇവരിവിടെ ഈ കാശൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കള്ളൻ ആലോചിക്കുകയാണ്. കണ്ടില്ലേ? കള്ളൻ കയറി വന്ന വഴി കാണാം. പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഭിത്തി തുറന്ന കള്ളൻ പെരയ്ക്കകത്ത് കയറിയിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പം നമുക്ക് പേജ് 23 പോകാം. കണ്ടില്ലേ? കള്ളൻ ആലോചിക്കുകയാണ്. ദേ ആർ സെയിങ് സംതിങ്. അവരെന്തോ പറയുന്നുണ്ട്. പെർഹാപ്സ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദെയർ മണി. ഒരുപക്ഷെ അവരുടെ പണത്തെപ്പറ്റി ആയിരിക്കും സംസാരിക്കുന്നത്. ഐ വുഡ് ബെറ്റർ ലിസൺ ക്ലോസ്ലി. പറയുന്നത് ശരിക്കൊന്ന് കേട്ടേക്കാം, വൃത്തിയായിട്ടൊന്ന് കേട്ടേക്കാമെന്ന് വെച്ച്. കണ്ടില്ലേ? ചെവി ഓർത്ത് പിടിച്ചിരിക്കുക ഉള്ളി. ചെവി ഇങ്ങനെ ചെവിക്കുട്ടിയുടെ വിറയിൽ കയ്യും പിടിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാനിരിക്കുക കള്ളൻ. അപ്പോഴേ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, വാട്ട് ഷുഡ് വി നെയിം അവർ ചൈൽഡ്? അതെ, നമ്മുടെ കുട്ടിക്ക് നമ്മൾ എന്താ പേര് കൊടുക്കുക? ഇഫ് ഹി ഈസ് എ ബോയ്, അവന് ആൺകുട്ടിയാണെങ്കിൽ വി വിൽ കോൾ ഹിം രാമ. അവനെ നമുക്ക് രാമ എന്ന് വിളിക്കാം. രാമ, യെസ് ദാറ്റ് ഈസ് ഗുഡ് നെയിം. രാമ എന്നുള്ളത് നല്ല പേരാ കേട്ടോ എന്ന് പറഞ്ഞു. വൈഫ് പറഞ്ഞു. ഉറക്കെയാണ് പറയുന്നത്, കള്ളം കേൾക്കുന്നുണ്ടല്ലോ. അയാളൊന്ന് കേട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. വെൻ ഹി ഈസ് ഇൻ ദ ഹൗസ് ഐ വിൽ കോൾ ഔട്ട് സോഫ്റ്റ്ലി ടു ഹിം രാമ രാമ. അടക്കെ അവൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പതുക്കെ അവനെ വിളിക്കും, രാമ രാമ എന്ന് വിളിക്കും എന്ന് ഭാര്യയും ഭർത്താവോട് പറഞ്ഞു. ഭർത്താവ് പറയുക ഭാര്യയോട്. അപ്പോൾ കള്ളം കേട്ടിരിക്കുക. കണ്ടില്ലേ? മറഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ? തടിയനായിട്ടൊരു കള്ളനാണ്. ലെറ്റ് us ഡിസ്കസ്. റൈറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ്. ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. ദ മാൻ ടെൽസ് ഹിസ് പ്ലാൻ ടു ഹിസ് വൈഫ്. അത് ശരിയാണ്. ദ മാൻ ടെൽസ് ഹിസ് പ്ലാൻ ടു ഹിസ് വൈഫ്. പദ്ധതി പറയുകയാണല്ലേ? അത് ശരിയാണ്.
ദ തീഫ് വോണ്ട്സ് ടു നോ വേർ ഹി കെപ്റ്റ് ദെയർ ജുവൽസ്. അതാ അറിയേണ്ടത് എന്താണ്, ഇത് എവിടെയാണ് ഈ പണവും ജുവൽസൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് അറിയണം. അതുകൊണ്ട് അയാളിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നത്. അത് രണ്ടും ട്രൂ ആണ്. നമുക്ക് കഥയിലേക്ക് പോകാം, അടുത്ത് നോക്കാം. ബട്ട് വാട്ട് ഇഫ് ഹി ഈസ് ഇൻ ദ യാർഡ്? അവൻ ഈ മുറ്റത്തും അങ്കണത്തിലും ഒക്കെ ഉണ്ട്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. വാട്ട് ഇഫ് ഹി ഈസ് ഇൻ ദ യാർഡ്? യാർഡിലൊക്കെ ഉണ്ടെങ്കിൽ എന്തിങ്ങനെ വിളിക്കും? ദെൻ ഐ വിൽ കോൾ ഔട്ട് എ ലിറ്റിൽ ലൗഡർ. അപ്പം ഞാൻ അല്പം കൂടെ ഉച്ചത്തിൽ വിളിക്കും. എങ്ങനെയാണ് വിളിക്കുക? രാമ രാമ എന്ന് ഉറക്ക വിളിക്കും, ഉറക്ക വിളിക്കും. അപ്പോൾ കള്ളൻ എന്താ ആലോചിക്കുന്നത്? ഐ വിഷ് ദേ വുഡ് സ്റ്റോപ്പ് ദീസ് സില്ലി ഗെയിം. ഈ സില്ലി ഗെയിം ഇവരൊന്ന് അവസാനിപ്പിച്ച കൊള്ളായിരുന്നു ഈ മണ്ടംകളി അല്ലേ. ടോക്ക് അബൌട്ട് ദർ മണി ഇൻസ്റ്റഡ്. പകരം അവരുടെ പണത്തിനെ പറ്റി സംസാരിച്ച വലിയ ഉപകാരമായിരുന്നു. കള്ളം മറഞ്ഞെന്ന് കേൾക്കുക, എന്നിട്ട് കേട്ടിട്ട് ആലോചിക്കുകയാണ്. ഓർ ഫോൾ അസ്ലീപ്പ് അറ്റ്ലീസ്റ്റ്, അല്ലേ ഇവരൊന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ തപ്പി കണ്ടുപിടിക്കാമല്ലോ പണം. ബട്ട് മൈ ഡിയർ, വാട്ട് ഇഫ് ദ ബോയ് ഈസ് നോട്ട് ഇൻ ദ ഹൗസ്? അപ്പോൾ ഭർത്താവ് ചോദിച്ചു, അയ്യോ അവൻ നമ്മുടെ വീട്ടിലില്ലേലോ, നമ്മുടെ മകൻ നമ്മുടെ വീട്ടിൻ്റെ അകത്തില്ല. ഓർ ഇൻ ദ യാർഡ്, അവൻ നമ്മുടെ വീടിൻ്റെ അങ്കണത്തിലില്ല. ബട്ട് ഇൻ ദ സ്ട്രീറ്റ്, അവൻ സ്ട്രീറ്റിലാണേലോ. സ്ട്രീറ്റിലാണ് എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. ഓ ദേ വിൽ കോൾ ഔട്ട് വെരി ലൗഡ്ലി. ഓൾ ഐ വിൽ കോൾ ഔട്ട്. ഞാൻ ഉറക്കെ വിളിക്കും. എങ്ങനെയാ? ലൗഡ്ലി, വലിയ ഒച്ചത്തിൽ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇതാ അവർ ഒച്ചത്തിലങ്ങ് വിളിച്ചു പോവുക. രാമ രാമ എന്ന് നീട്ടി വിളിക്കുകയാണ്. ആരെ വിളിക്കുന്ന ഭാവത്തിലാ? സ്വന്തം മകനെ, വരാൻ പോകുന്ന മകനെ വിളിക്കുന്ന രീതിയിൽ അങ്ങ് ആഞ്ഞു വിളിച്ചു. രാമ നല്ലത് വിളിച്ചപ്പോൾ വഴി എന്ന പോലീസുകാരൻ രാമൻ അത് കേട്ടു. കണ്ടില്ലേ, ചുവന്ന ഉടുപ്പൊക്കെ ഇട്ട് അര ബെൽറ്റും ഒക്കെ ഇട്ട് ക്രോസ് ബെൽറ്റും ഒക്കെ ഇട്ടിരിക്കുന്ന രാമൻ അത് കേട്ടു. അപ്പോൾ അയാൾ വിളി കേട്ടിടത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ടോ, ലെറ്റ് us ഡിസ്കസ്, നമുക്കൊന്ന് ആലോചിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. എലോങ് വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ് കോൾ ഔട്ട് നെയിം രാമ സോഫ്റ്റ്ലി ലൗഡ്ലി ആൻഡ് വെരി ലൗഡ്ലി. രാമ എന്നുള്ള പേര് സാവധാനവും പിന്നെ ചെറിയ ഉച്ചത്തിലും പിന്നെ വലിയ ഉച്ചത്തിലും വിളിച്ചു നോക്കുക. അപ്പം നമുക്ക് വ്യത്യാസം അറിയാം, എന്താ വിളിയുടെ വ്യത്യാസമെന്ന്. മനസ്സിലായില്ലേ? വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ നെക്സ്റ്റ് ഇൻ ദ സ്റ്റോറി? ഇനി സ്റ്റോറിയിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നത്? എന്തായിരിക്കും സംഭവിക്കുക? പോലീസുകാരൻ കള്ളനെ പിടിക്കും, അതാ കാര്യം അല്ലേ. അപ്പോൾ അടുത്തത്, രാമ ദ വില്ലേജ് കോട്ട്വാൾ അറാൻ ടു ദി ഹൗസ്. രാമ ദ വില്ലേജ് കോട്ട്വാൾ എന്ത് ചെയ്തു? വില്ലേജിലെ പോലീസുകാരൻ റാൻ ടു ദ ഹൗസ് ഫ്രം വിച്ച് ഹി ഹാർഡ് ഹിസ് നെയിം ബീയിങ് കോൾഡ്. തൻ്റെ പേര് വിളിക്കുന്ന ആ വീട്ടിലേക്ക് ഓടിച്ചെന്നു. ഓ സം തീഫ് ഹാസ് ഡഗ് ഹിസ് വേ ടു ദിസ് ഹൗസ്. ആരോ കള്ളൻ ഈ ഭിത്തി തുറന്നകത്ത് കയറിയിട്ടുണ്ടെന്ന് കണ്ട് മനസ്സിലാക്കിയണ്ടോ ആലോചിക്കുകയാണ്. പോലീസുകാരൻ ആ ദ്വാരത്തിൽ കൂടെ അകത്തേക്ക് കയറി. ലാസ്റ്റ് ദേ ഹാവ് സ്റ്റോപ്പ് ദർ ചാറ്റർ. അവരുടെ ചിലപ്പ് നിർത്തിയെന്ന് കള്ളൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേ പോലീസുകാരന് കയറി ചെന്നു ഇല്ലേ. കള്ളൻ അപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ. നൗ സൂൺ ദേ വിൽ ഗോ ടു സ്ലീപ്പ് ആൻഡ് ഇപ്പോൾ ഉടനെ അവർ ഉറങ്ങാൻ പോകും. അന്നേരം മോഷ്ടിക്കാമെന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ പോലീസുകാരൻ്റെ കൈ തൊട്ട് പുറകെ ചെന്ന് കണ്ടില്ലേ വടിയൊക്കെ ആയിട്ട്. യു ആർ അണ്ടർ അറസ്റ്റ്. പോലീസുകാരൻ ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇറ്റ് ഈസ് രാമ, ഹേ ഹാർഡസ്. രാമനാണ്, അയാൾ നമ്മളുടെ ഒച്ച കേട്ടു. ദ പ്ലാൻ വർക്ക്ഡ്, വി ആർ സേവ്ഡ്. നമ്മുടെ പദ്ധതി വിജയിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു. ദ മാൻ ആൻഡ് ഹിസ് വൈഫ്, ആ മനുഷ്യനും അയാളുടെ ഭാര്യയും, ബൈ ദെയർ ക്ലവർനെസ്, അവരുടെ ബുദ്ധി കൊണ്ട്, ഹാഡ് സേവ്ഡ്, അങ്ങനെ രക്ഷിക്കപ്പെട്ടു. പിന്നെയോ ദേ സേവ്ഡ് ദംസെൽസ്, സ്വയം രക്ഷിക്കപ്പെട്ടു, ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. ഫ്രം ബീയിങ് റോബ്ഡ്, കവർച്ചയിൽ നിന്നും അവർ സ്വയം രക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവർ ആരെയും നോക്കിയിരുന്നില്ല, സ്വന്തമായിട്ട് തീരുമാനമെടുത്തു. അതിലൂടെ അവർ സ്വയം തീരുമാനിച്ചതിലൂടെ സ്വന്തം ബുദ്ധിയിലൂടെ അവർ രക്ഷിക്കപ്പെട്ടു. ലെറ്റ് us ഡിസ്കസ് വർക്ക് ഇൻ പേസ് ടു മാച്ച് ദ വേർഡ്സ് ഇൻ കോളം എ ആൻഡ് ദ മീനിങ്സ് ഇൻ കോളം ബി. ഇനി രണ്ട് കോളം തന്നിട്ടുണ്ടാവും. എയിൽ ഉള്ള വാക്കിൻ്റെ ഉത്തരം ബിയിലുണ്ട്, അതിൻ്റെ അർത്ഥം അത് നമ്മൾ എടുത്തെഴുതണം കേട്ടോ.
ചെക്ക് യുവർ ആൻസേഴ്സ് ബൈ ഷെയറിംഗ് ദം വിത്ത് യുവർ ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ്സ്. ടീച്ചറും ക്ലാസ്മേറ്റ്സുമായിട്ട് ഈ ഉത്തരം ഒന്ന് ഷെയർ ചെയ്യുക. ഒന്നാമത്തെ കോളം എ, വണ്ടർ. വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക എന്നൊരർത്ഥമുണ്ട് കേട്ടോ. അത്ഭുതപ്പെട്ടു. എന്താണ്? ഫീലിംഗ് ഓഫ് സർപ്രൈസ്. വണ്ടർ മീൻസ് ഫീലിംഗ് ഓഫ് സർപ്രൈസ്. യാർഡ് മീൻസ് അങ്കണം, മുറ്റം എന്നൊക്കെയാണ്. യാർഡാണ് ഏതാണ്? അൻ ഏരിയ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്, അതാണ് മുറ്റം എന്നോ അങ്കണം എന്നൊക്കെ പറയുന്നത്. ചാറ്റർ എന്ന് പറഞ്ഞാൽ ചിലയ്ക്കുക എന്ന്, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താ വെറുതെ? ടോക്ക് ഫോർ എ ലോങ് ടൈം അബൌട്ട് അൺഇമ്പോർട്ടൻറ്റ് തിങ്സ്. പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് കോൾഡ് ചാറ്റർ. 4 ഇൻസ്റ്റഡ് മീൻസ് പകരം എന്ന. ഇൻസ്റ്റഡ് മീൻസ് പകരം. ഇൻ പ്ലേസ് ഓഫ് സംതിങ്, സമ്മൺ. ഇൻ പ്ലേസ് ഓഫ് സമ്മൺ ഓർ സംതിങ് അങ്ങനെ പറയാം. അതാ ഇൻസ്റ്റഡ്. ദെൻ ക്ലോസ്ലി. ക്ലോസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ലി മീൻസ് കെയർഫുൾ എന്നൊരർത്ഥമില്ല. ക്ലോസ്ലി മീൻസ് കെയർഫുള്ളി. പെർഹാപ്സ് എന്ന് പറഞ്ഞാൽ മേ ബി, ഒരു പക്ഷേ. പെർഹാപ്സ് എന്ന് പറഞ്ഞാൽ മേ ബി അല്ല ഒരു പക്ഷേ എന്ന് പറയാം കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.